ഒരു UAE ഇൻവോയ്സ് 30-45 സെക്കൻഡ് കൊണ്ട് എവിടെയൊക്കെയാണ് എത്താൻ പോകുന്നത്. പെപ്പൽ 5 കോർണർ മോഡൽ എന്ന രൂപത്തിലാണ് UAE ഇൻവോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പെപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ യൂറോപ്യൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് ഓൺലൈൻ എന്നതിന്റെ ഫുൾ ഫോം ആണ്. അതൊരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഈ ഇൻവോയ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല വിദേശ രാജ്യങ്ങളും ഈ ഒരു ഫ്രെയിം വർക്കാണ് യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ കോർണർ 5 മോഡലാണ് UAE അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ കോർണർ 5 എന്ന് പറയുമ്പോൾ തന്നെ 5 പോയിന്റിലാണ് ഈ ഡാറ്റ ഉണ്ടാവാൻ പോകുന്നത്. സോ കോർണർ 1 ബേസിക്കലി സെല്ലറാണ്. സെല്ലറെ ERPയിൽ അയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ മാൻഡറ്ററി ഒരു 51 പോയിന്റ്സോളം ഡീറ്റെയിൽ അയാൾ ഫില്ല് ചെയ്യാനുണ്ടാവും. ആ കോളം ഫില്ല് ചെയ്ത് നേരെ സെല്ലറുടെ ASPയിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സെല്ലറുടെ ASP ഒരു സെക്കൻഡ് കോർണറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ വെച്ച് ഈ ഡാറ്റ വാലിഡേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ബയറുടെ ASPയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ കോർണർ 2 നേരെ കോർണർ 3 ആണ് ബയറുടെ ASP. ബയറുടെ ASP അഗെയിൻ ഇത് വാലിഡേറ്റ് ചെയ്തിട്ട് അതിനെ ബയറുടെ ERPക്ക് ഉള്ള ഫോമാറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ബയറുടെ ERPയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് കോർണർ 4ലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ബയർ ഈ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യലോടുകൂടി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ദെൻ ആ ടൈമിൽ തന്നെ ഈ ഡാറ്റ എന്ത് ചെയ്യും, കോർണർ 5 അഥവാ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്തും. സോ ബേസിക്കലി മുന്നേ നമ്മൾ ഒരു ജാനുവരി 1 ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാൻ ടു മാർച്ചാണ് നമ്മുടെ ക്വാർട്ടർ എങ്കിൽ ഏപ്രിൽ 28 29 ആ ഡേറ്റിൽ മാത്രമാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സെയിലിനെ കുറിച്ച് അറിയുന്നത്. ഈ ഒരു ഫോമാറ്റ് വരലോട് കൂടി ഈ ഡീറ്റെയിൽ റിയൽ ടൈമിൽ തന്നെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവൈലബിൾ ആവും. സോ ഈ രൂപത്തിലാണ് പെപ്പൽ 5 കോർണർ മോഡൽ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങളെ ഫേം എത്രത്തോളം ഈ ഇൻവോയ്സ് റെഡിയാണ്, ആ ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഈ ഇൻവോയ്സിൻ്റെ മറ്റു കൂടുതൽ ഡീറ്റെയിലുകൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.